പിന്നെ ഇപ്പോൾ അടുത്ത കാലത്താണല്ലോ സിനിമയിലേക്ക് വന്നത്. ആരുടെയെങ്കിലും പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് പാടണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലോ? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പാട്ടുകൾ അവരവർക്കുള്ളത് അവരവർക്ക് തന്നെ കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ്. സോ എനിക്കങ്ങനെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, അതെല്ലാം ഞാൻ പാടി നോക്കാറുണ്ട്. തമിഴിലെ പാട്ടുകളും എല്ലാം പാടി നോക്കാം. അതെ അതെ. മലയാളത്തിലും അതെ, എനിക്ക് ചിത്ര ചേച്ചിയുടെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തമിഴിൽ ചില പ്രത്യേക പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് അത് തിരിച്ച് ഞാനും പാടി നോക്കാറുണ്ട്. ചിലതെല്ലാം പാട്ടുകൾ കേട്ടങ്ങ് വിടും. ചില പാട്ടുകൾ എനിക്ക് ഭയങ്കര, എനിക്ക് അറിഞ്ഞുകൂടാ, അത് എൻ്റെ മെലഡി എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഉൻ സമയലറയിൽ നാനുപ്പാ സക്കരയാ, നീ പഠിക്കുമറയിൽ ഞാൻ കൺകളാ പുസ്തകമാ. അത് ബാക്കി അറിഞ്ഞോളൂ. പക്ഷെ അതെല്ലാം അതിന് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൽ തന്നെ മീരാ ഭജൻസ്, അഷ്ടപതി എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ചിലതെല്ലാം കമ്പോസും ചെയ്യാറുണ്ട്. ചെറുതിലെ തൊട്ട് അഷ്ടപതി എല്ലാം, മീരാ ഭജൻസ് രണ്ടും. പക്ഷെ ഇപ്പം ഞാനൊരു മീരാ ഭജൻ പാടാം. അല്ലല്ല, ഇത് അനുരാധ പൊതുവാൾ അവർ പാടിയതാണ്. സിന്ധു ഭൈരവി രാഗത്തിലെ ഒരു പാട്ടാണ്. गगन मंडल पर सेज पिया की, गगन मंडल पर सेज पिया की, किस भित मिलना हो हेरी मैं तो प्रेम दीवानी में तो दर्द न जाने दर्द न जाने दर्द न जाने दर्द न जाने ये പിന്നെ ഇത് പാടി കേൾക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേയൊക്കെ ബിന്നി ശരിക്കും ഈ ഫീൽഡിലേക്കൊക്കെ വരേണ്ടതായിരുന്നു, കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിട്ട്. പലരും ഞാനിവിടെ മദ്രാസിലെ സ്റ്റുഡിയോയിൽ പാടാൻ ചെല്ലുമ്പോൾ പറയാറുണ്ട് ഇങ്ങനെ, മാഡം യു ആർ ടു ലേറ്റ്. പക്ഷേ എനിക്ക് അതിൽ ഒരു വിഷമമില്ല. കാരണം എനിക്ക് ചന്ദ്രമുഖി പോലുള്ളൊരു പടത്തിൽ പാടി അതൊരു
മെഗാ ഹിറ്റ് ഒരു പാട്ട് എനിക്ക് കിട്ടിയില്ലേ. ഒരു പക്ഷേ അത് മുമ്പേ പാടിയിരുന്നെങ്കിൽ ഇതിനൊരു ഹിറ്റ് പാട്ട് ഒരു 100 പാട്ടിന് തുല്യമായിട്ടുള്ള ഒരു രീതിയാണത്. ഞാൻ പാട്ടിൻ്റെ ഇതല്ല ഞാൻ പറയണേ, ആ ഒരു അതറിഞ്ഞത് അത് പോയത്.